ഒരു പ്രവാസി തൊഴിലാളി ബഹ്റിനിൽ വെച്ച് മരണപ്പെട്ടാൽ മരണാനന്തര നടപടികൾ, അതായത് ആ മൃതദേഹം സ്വദേശത്ത് എത്തിക്കാനുള്ള ചെലവുകൾ വഹിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലവിലെ നിയമം 2006 മുതലുള്ള നിയമമാണ്. അതിൻ്റെ ചെലവുകൾ LMRയും മറ്റ് അനുബന്ധ മന്ത്രാലയങ്ങളും ആദ്യം വഹിച്ച് പിന്നീട് അതിൻ്റെ തുക തൊഴിലുടമയിൽ നിന്ന് ഈടാക്കുന്നൊരു രീതിയാണ്. എന്നാൽ ഇതിന് ഒരു മാറ്റം വരുത്തണമെന്നുള്ള ആവശ്യം പാർലമെൻറ്റിൽ ഏതാനും MP മാർ അവതരിപ്പിക്കുകയും ഇതിന് ഏകദേശം ഒരു ധാരണ ഇപ്പോൾ ആയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമനം, വിസ, താമസം, ആനുവൽ ഫീസ് മുതലായ കാര്യങ്ങളൊക്കെ തൊഴിലുടമ തന്നെ വഹിക്കുന്നതുകൊണ്ട് ഈ ഒരു കാര്യം അവരിൽ നിന്ന് ഒഴിവാക്കണമെന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ നിയമം പാസ്സായി നടപ്പിലാവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു തൊഴിലാളിയുടെ മരണം സംഭവിച്ച് ആ മൃതദേഹം സ്വദേശത്ത് എത്തിക്കുന്നതിന് വേണ്ട എല്ലാ ചെലവും പൂർണ്ണമായും LMRA ആയിരിക്കും വഹിക്കുക. അൽ ലൗസി പ്രദേശത്ത് ഒരു മിനി ബസ്സിന് തീയിട്ട സംഭവത്തിൽ പ്രതികളെന്ന് സംശയിക്കുന്ന 2 പേരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ട്വീറ്റിൽ പറയുന്നു. ഈ സംഭവം നടന്നതായി റിപ്പോർട്ട് ചെയ്ത് 4 മണിക്കൂറിനുള്ളിൽ തന്നെ ഇവരെ പിടികൂടുകയായിരുന്നു എന്നും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറിയുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. താമസിക്കാൻ എന്ന വ്യാജേന 2 നില കെട്ടിടം വാടകയ്ക്കെടുത്ത് അതിനകത്ത് കഞ്ചാവ് കൃഷി ഒരു ഫാം എന്നുള്ള രീതിയിൽ നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടുകൂടി 2019 മുതൽ നടത്തുവന്നിരുന്ന ഒരു സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. 51 വയസ്സുള്ള ഒരു അമേരിക്കൻ പൗരൻ 2 ബിസിനസ്സുകാരുമായി ചേർന്നാണ് ഈ ഒരു കൂട്ടുകൃഷി അവിടെ നടത്തി വന്നിരുന്നത്. ഏകദേശം 1 മില്യൺ ദിനാർ മാർക്കറ്റിൽ മൂല്യം വരുന്ന അത്രയും കഞ്ചാവ് ചെടികളാണ് അവിടെ കൾട്ടിവേറ്റ് ചെയ്ത് വന്നിരുന്നതെന്നും അതോറിറ്റീസ് പറയുന്നു. ഇവർക്കെതിരെയുള്ള നിയമ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. ബഹ്റിൻ കേരളീയ സമാജത്തിൽ മലയാളം മിഷന്റെ സഹകരണത്തോടു കൂടി നടക്കുന്ന മലയാളം ക്ലാസ്സുകളുടെ തുടക്ക ക്ലാസ്സുകളിലേക്കുള്ള പ്രവേശനം നേടാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ചുരുങ്ങിയ കുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുക. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സമാജവുമായി കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ പ്രവേശനം ഉറപ്പാക്കുക. ചൊവ്വാഴ്ചകളിലായിരിക്കും ആദ്യ ഘട്ടങ്ങളിലേക്കുള്ള കുട്ടികളുടെ ക്ലാസ്സുകൾ നടക്കുക. 2025 ജനുവരി 1 തീയതി 5 വയസ്സ് പൂർത്തിയായ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുമെന്നാണ് അറിയുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 38044694 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സ് 2025 ഏപ്രിൽ 24 തീയതി വ്യാഴാഴ്ച.